മലയാള സിനിമയിൽ നടനും തിരക്കഥാകൃത്തും സംവിധായകനും എന്ന നിലയിൽ പ്രവർത്തിച്ച് ഒരു പുതിയ ദിശാബോധം ചലച്ചിത്ര ഭാഷയ്ക്ക് നൽകിയ വ്യക്തിയായിരുന്നു ശ്രീ ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്കും നമ്മുടെ സമൂഹത്തിനും കനത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുറച്ചു കാലം അസുഖങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടിലായിരുന്നു ശ്രീനിവാസനെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നർമ്മം ചിന്ത കലർത്തി ക്കാൻ കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിലെ നിരവധി പ്രശ്നങ്ങൾ നർമ്മത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രീനിവാസൻ്റെ സിനിമകളുടെ പ്രത്യേകത. അത് തൊഴിലില്ലായ്മയാകാം, ദാരിദ്ര്യമാകാം, മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളാകാം, അവയെല്ലാം തന്നെ നർമ്മത്തോടുകൂടി അവതരിപ്പിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞു. അദ്ദേഹം നടൻ എന്ന നിലയിൽ വളരെ മികച്ച സാധാരണ ഒരു നടന് എന്ന നിലയിലുള്ള അതിനനുസരിച്ചുള്ള ഒരാളല്ലെങ്കിൽ പോലും അഭിനയ മികവോടുകൂടി ഏത് ഉന്നത നടനോടൊപ്പം കിടപിടിക്കാവുന്ന മികവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകളും ഏറെ പ്രസക്തമായിരുന്നു. വടക്ക് നോക്കിയന്ത്രമാകാം, ചിന്താവിഷ്ടയായ ശ്യാമളയാകാം. 2 സിനിമകളും സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും സിനിമാ ലോകത്തിൻ്റെയും ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു. വന്നതിന് ശേഷം 1 മണിക്ക് കൂടി കൊണ്ടുവരുന്ന പറഞ്ഞേക്കണം.